എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കൊതുകിന്റെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു എളുപ്പ മാർഗമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ എത്രയൊക്കെ തന്നെ ശ്രദ്ധിച്ചാലും കൊതുകിന്റെ ശല്യം കുറയ്ക്കാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്ക് ആർക്കും എളുപ്പത്തിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ വിപണിയിൽ കാണുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങി പരീക്ഷിക്കുന്നവരായിരിക്കും. വിപണിയിൽ ലഭ്യമായിട്ടുള്ള നിരവധി രാസാധിഷ്ഠിത ഉൽപ്പന്നങ്ങള് മാരകമായിട്ടുള്ള പ്രാണികളിൽ നിന്ന് സംരക്ഷണമൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഇത് സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ദീർഘനാളത്തെ ഉപയോഗത്തിന് ശേഷം ഇത് നമ്മുടെ ആരോഗ്യത്തിനെ ദോഷകരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഇതൊന്നുമില്ലാതെ നമുക്ക് ഒരു പരിധിവരെ കൊതുകുകളുടെ ശല്യം ഇല്ലാതാക്കാൻ ഒരു മരുന്നുണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം പെരുംജീരകം എടുത്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് മാത്രം എടുത്ത് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അപ്പൊ ഇത്ര തന്നെ മതിയാകും. പെരുംജീരകം വളരെ കുറച്ച് തന്നെ മതി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോ ഈ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ജീരകത്തിലോട്ട് ഇട്ട് തന്നെ വേണം, അതായത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ചതച്ചെടുക്കാനായിട്ട്. വേറെ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ നമ്മൾ ചതച്ചിടാം. അപ്പൊ ദാ വെളുത്തുള്ളിയൊക്കെ നന്നായി ഇവിടെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോ ആ വെളുത്തുള്ളിയുടെ ഗന്ധമൊക്കെ അതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവണം. അപ്പൊ അതുകൊണ്ടാണ് നന്നായിട്ട് ചതച്ചിടാനായിട്ട് പറയുന്നത്. അപ്പോ ഇത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോ ചതച്ചെടുത്തിട്ടുള്ള ഈ പെരുംജീരകത്തിന്റെയും വെളുത്തുള്ളിയുടെയും ആ ഒരു മിക്സ് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അപ്പോ എടുത്തിട്ടുള്ള എല്ലാം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം. കറികളിലൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി. നമ്മൾ വീട്ടിൽ തന്നെ മഞ്ഞൾ ഉണക്കി പൊടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, റിസൾട്ട് ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പൊ അതൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് കറികളിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മതിയാകും. അതിലേക്ക് നല്ലെണ്ണയാണ് വേണ്ടത്. കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക, ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. അപ്പൊ അതിന്റെ അടുത്ത് നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ എണ്ണയും പിന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തിരിയാണ് വേണ്ടത്. അപ്പോ ഞാൻ തിരി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോ ഈ തിരി നമ്മളൊന്ന് കത്തിച്ചെടുക്കണം. അപ്പോ ഇത് കത്തി വരുന്ന ആ ഒരു പുക എന്ന് പറയുന്നത് കൊതുകൾക്ക് വിരോധമാണ്, അതിന്റെ ഗന്ധമൊക്കെ. കൊതുകുകൾ വരാതിരിക്കാനായിട്ട് ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല റിസൾട്ട് ആണ്, എല്ലാവരും ട്രൈ ചെയ്തോ.